ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 3 ട്രയാങ്കിൾസ് പാർട്ട് 5 പേജ് നമ്പർ 60. ഇതിലെ ആദ്യത്തെ പിക്ചർ നമുക്ക് വരയ്ക്കാം. അപ്പോൾ അത് വരയ്ക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം ഒരു 8 സെൻറ്റിമീറ്റർ അളവിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അത് 8 സെൻറ്റിമീറ്റർ നമ്മൾ കോമ്പസിലെടുത്തിട്ട് ഓരോ ആർക്ക് വരയ്ക്കാം. ഇനി ഈ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി. ഇനി നമുക്ക് ഈ എക്സ്ട്രാ ലൈൻസൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഓരോ സൈഡും നമ്മൾ 8 സെൻറ്റിമീറ്ററാണ് അളന്ന് വരച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ പകുതി എടുക്കാം. 4 സെൻറ്റിമീറ്റർ എല്ലാ സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെയും 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയും 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഇനി ഓരോ നമ്മൾ പോയിൻ്റ് ഇട്ടില്ലേ, ഓരോ സൈഡിലും ഓരോ പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. ഈ പോയിൻ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള വെർട്ടെക്സുമായിട്ട് ഈ ട്രയാങ്കിളിൻ്റെ മൂലയുമായിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ ഇനി ഈ 2 പോയിൻറ്റും യോജിപ്പിക്കാം. അതുപോലെ ഇത് രണ്ടും യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ 2 സൈഡും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണല്ലേ, അപ്പോൾ ഇതിൻ്റെ പകുതി എടുക്കാം. 2 സെൻറ്റിമീറ്ററിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ്. ഇനി ഇവിടെ നിന്നും ഈ അളവിൽ വെച്ചിട്ട് ദേ ഈ ലൈൻ വരയ്ക്കും ഒരു വര. അതുപോലെ ഇവിടെ നിന്നും ഈ പോയിന്റിന് നേരെ വെച്ചിട്ട് ഈ ലൈൻ, ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്കെച്ച് പെൻ ഉപയോഗിച്ച് ഇത് വരച്ചു കൊടുക്കാം. ഇനി ആവശ്യമില്ലാത്ത ഈ ലൈൻ പെൻസിൽ കൊണ്ട് വരച്ചിട്ടില്ലേ, ആ ലൈൻസൊക്കെ നമുക്ക് മായ്ച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കളർ അടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് പിക്ചർ വരയ്ക്കാം.
സെക്കൻഡ് പിക്ചർ വരയ്ക്കാനായിട്ട് നമുക്ക് ആദ്യം 8 സെൻറ്റിമീറ്റർ അളവിൽ ഒരു ലൈൻ വരയ്ക്കാം. 8 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തതിന് ശേഷം നമുക്ക് ഒരു ആർക്ക് വരച്ചു കൊടുക്കാം. ഈ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും ഒരു ആർക്ക്, റൈറ്റ് സൈഡിൽ നിന്നും ഒരു ആർക്ക് വരയ്ക്കാം. ഈ ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ പോയിന്റിൽ നിന്നും നമ്മളുടെ താഴെ വരച്ച 8 സെൻറ്റിമീറ്റർ ലൈനിൻ്റെ ഒരു വശത്തേക്ക്, രണ്ട് വശത്തേക്കും ആ പോയിന്റിൽ നിന്നും വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി. ഇനി 8 സെൻറ്റിമീറ്റർ നീളത്തിലാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് 4 പാർട്ടുകളാക്കണം. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ 4 2 എന്നാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ 2 സെൻറ്റിമീറ്റർ അളവിൽ നമുക്ക് പോയിൻ്റ് ഇട്ട് കൊടുക്കാം. മൂന്ന് വശത്തും ഇതുപോലെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഓരോ ഇപ്പോൾ നമുക്ക് താഴത്തെ ഈ ലൈനിൽ മിഡ് പോയിന്റിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റുള്ള വെർട്ടെക്സിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. അതുപോലെ തന്നെ ഈ മിഡ് പോയിന്റിൽ നിന്നും റൈറ്റ് സൈഡിലുള്ള ആ ലൈനില്ലേ അതിലുള്ള ആ പോയിന്റിലേക്ക് ഒരു വര വരയ്ക്കാം. അതുപോലെ ഈ മിഡ് പോയിന്റിൽ നിന്നും ലെഫ്റ്റ് സൈഡിലുള്ള ആ സൈഡിൽ വരയുടെ ആ പോയിന്റിലേക്ക് ഒരു വര വരയ്ക്കും. അതുപോലെ ഈ വശത്തെ മിഡ് പോയിന്റിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് ആദ്യം ഒരു ലൈൻ വരയ്ക്കാം. ഇനി ഈ മിഡ് പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ഒരു വര വരയ്ക്കാം. അതുപോലെ ഈ മിഡ് പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ഒരു വര വരയ്ക്കാം. അതുപോലെ ഈ മിഡ് പോയിന്റിൽ നിന്നും ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് ഒരു ലൈൻ. അതുപോലെ ഈ മിഡ് പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക്. അതുപോലെ ഈ മിഡ് പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക്. കണ്ടില്ലേ? ഇനി നമുക്ക് സ്കെച്ച് വെച്ച് നമുക്ക് ആവശ്യമുള്ളതിനെ അടയാളപ്പെടുത്തും. ഇനി നമുക്ക് ബാക്കിയുള്ള ലൈൻസ് എല്ലാം മായ്ച്ചു കൊടുക്കാം.
ഇനി ഈ പിക്ചർ നമുക്ക് കളർ അടിക്കാം. അടുത്ത പിക്ചർ വരയ്ക്കാം. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. അടുത്ത പിക്ചർ വരയ്ക്കുന്നതിനായിട്ട് നമുക്ക് 6 സെൻറ്റിമീറ്റർ അളവെടുക്കാം. അതിനൊരു ലൈൻ വരച്ചു കൊടുക്കാം. 6 സെൻറ്റിമീറ്റർ അകലത്തിൽ 6ൻ്റെ മൾട്ടിപ്ലസ് ആയി 12 വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വരയ്ക്കാം. ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പം നമുക്കിത് 6 സെൻറ്റിമീറ്ററാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ 6 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തിട്ട് നേരത്തെ ചെയ്തില്ലേ അതുപോലെ തന്നെയാണ് ഒരു ആർക്ക് വരച്ചു കൊടുക്കാം. അതുപോലെ ഈ പോയിന്റിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഇനി നമുക്ക് ഇത് യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം ആ പിക്ചറിൽ നമുക്ക് ഇത് 6 ആണ് അല്ലേ, 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിനെ 6 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 1 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ അകലത്തിൽ നമുക്ക് ഓരോ പോയിന്റ് വരച്ചു കൊടുക്കാം. അതുപോലെ ഈ വശത്തും 1 സെൻറ്റിമീറ്റർ അകലത്തിൽ നമുക്ക് പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ വശത്ത് നമ്മൾ ഓരോ സെൻറ്റിമീറ്റർ അകലത്തിൽ പോയിന്റ് വരച്ചിട്ടുണ്ട്. ഇനി ഈ ലൈൻ നോക്കൂ. ഇവിടുത്തെ മിഡ് പോയിൻറ്റും അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സും തമ്മിൽ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അടുത്തത് ഈ മുകളിലുള്ള ഈ പോയിന്റ് നമുക്ക് വേണ്ട. അതിനടുത്ത പോയിൻറ്റും താഴെയുള്ള പോയിൻറ്റും തമ്മിൽ യോജിപ്പിക്കാം. ഇനി നോക്കൂ, ഈ പോയിന്റ് വേണ്ട. അതിൻ്റെ അടുത്ത പോയിൻറ്റും താഴെയുള്ള പോയിൻറ്റും, അങ്ങനെ ഒന്നിടവിട്ടുള്ള പോയിൻറ്റുകളാണ് യോജിപ്പിക്കേണ്ടത്. അതുപോലെ ഈ വശത്തും ഈ പോയിന്റ് വേണ്ട. ഈ പോയിൻറ്റും താഴെയുള്ള ലൈനിലെ പോയിൻറ്റും, ഈ പോയിന്റ് വേണ്ട. ഇതും താഴെയുള്ള പോയിൻറ്റും. ഓക്കെ. അതുപോലെ ഇനി ഈ സൈഡ് ഇതിൻ്റെ മിഡ് പോയിൻറ്റും ഓപ്പോസിറ്റ് വെർട്ടെക്സും തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഈ പോയിന്റ് വേണ്ട. ഈ പോയിൻറ്റും താഴെയുള്ള ഈ പോയിൻറ്റും തമ്മിൽ യോജിപ്പിക്കാം. അടുത്തത് ഇത് വേണ്ട. ഈ പോയിന്റ്, അതുപോലെ ഈ പോയിന്റ് വേണ്ട. ഈ പോയിൻറ്റും താഴെയുള്ള പോയിൻറ്റും, ഇത് വേണ്ട. ഇത്. ഇനി ഈ സൈഡാണ്. ഈ സൈഡിലെ മിഡ് പോയിൻറ്റും ഓപ്പോസിറ്റ് വെർട്ടെക്സും തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കാം. ഈ പോയിന്റ് വേണ്ട. ഈ പോയിൻറ്റും താഴെയുള്ള പോയിൻറ്റും, അതുപോലെ ഈ പോയിന്റ് വേണ്ട. ഈ പോയിൻറ്റും ഈ പോയിൻറ്റും, അതുപോലെ ഈ പോയിന്റ് വേണ്ട. ഇതും. ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആകെ കൺഫ്യൂഷനായി പോകും. അതുപോലെ ഇത് വേണ്ട. ഇതും താഴെ. ഇനി നമുക്ക് ആവശ്യമുള്ള ഭാഗം സ്കെച്ച് കൊണ്ട് വരയ്ക്കാം. നമുക്ക് ആദ്യം ഈ ഔട്ട്സൈഡ് ട്രയാങ്കിൾ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക്
ഉള്ളിലുള്ള ആവശ്യമുള്ള ലൈനൊക്കെ സ്കെച്ച് കൊണ്ട് വരച്ചു കൊടുക്കുക. ഇനി ഇവിടെ ഒരു ബോക്സും കൂടിയുണ്ട്. ഇനി നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം മായ്ച്ചു കൊടുക്കാം. ഇനി ഈ പിക്ചർ നമുക്ക് കളർ അടിച്ചു കൊടുക്കാം. ഇനി ലാസ്റ്റ് പിക്ചർ വരയ്ക്കാം. അപ്പോൾ അടുത്ത ഫിഗർ വരയ്ക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇത് 8 സെൻറ്റിമീറ്റർ അകലത്തിലാണ്, 8 സെൻറ്റിമീറ്റർ നീളത്തിലാണ് വരച്ചിട്ടുള്ളത്. 8 സെൻറ്റിമീറ്റർ നീളത്തിലൊരു ലൈൻ വരച്ചിട്ട് അതേ അളവ് കോമ്പസിലെടുത്ത് ഈ പോയിന്റിൽ നിന്നും ഒരു ആർക്ക് വരയ്ക്കണം, ഈ പോയിന്റിൽ നിന്നും ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ രണ്ട് ആർക്കും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന അവിടെ ഒരു പോയിന്റ് കിട്ടും. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ അതൊക്കെ. ഇനി ഇത് 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിൽ 3 പെർപെൻഡിക്കുലർ ലൈൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയായിരിക്കും. അപ്പോൾ അത് 4ആയിട്ടാണ് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. 3 പെർപെൻഡിക്കുലർ ലൈൻസ് ഉണ്ട്. അപ്പോൾ ആ ലൈനിനെ അത് 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 8 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഈ ലൈനെ നമുക്ക് 4 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം 8/4 എത്രയാണ്? 2. അപ്പോൾ 2 സെൻറ്റിമീറ്റർ അകലത്തിൽ നമുക്ക് പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ വശത്തും 2 സെൻറ്റിമീറ്റർ അകലത്തിൽ ഓരോ പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഈ സൈഡിലും 2 സെൻറ്റിമീറ്റർ അകലത്തിൽ നമുക്ക് പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇനി ഈ ലൈനിൽ ഇതിൻ്റെ ഈ മിഡ് പോയിൻ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സുമായിട്ട് നമുക്ക് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഈ പോയിൻ്റ് വേണ്ട, ഈ പോയിൻറ്റും താഴെയുള്ള പോയിൻറ്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്നിടവിട്ട്. അതുപോലെ ഈ പോയിൻ്റ് വേണ്ട, ഈ പോയിൻറ്റിൽ നിന്നും താഴേക്ക് വരച്ചു കൊടുക്കുക. അതുപോലെ ഈ സൈഡിലുള്ള ഈ മിഡ് പോയിൻറ്റിൽ നിന്നും ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഈ പോയിൻ്റ് വേണ്ട, ഈ പോയിൻറ്റും താഴെയുള്ള ഈ പോയിൻറ്റും തമ്മിൽ യോജിപ്പിച്ചു കൊടുക്കാം. ഈ പോയിൻ്റ് വേണ്ട, ഈ പോയിൻറ്റും ഈ പോയിൻറ്റും യോജിപ്പിച്ചു കൊടുക്കാം. അതുപോലെ ഇനി ഈ സൈഡിലുള്ള
ഈ മിഡ് പോയിൻറ്റിൽ നിന്നും ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് ഒരു ലൈൻ, അതുപോലെ ഇത് വേണ്ട ഈ പോയിൻറ്റും താഴെയുള്ള പോയിൻറ്റും ജോയിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ പോയിൻറ്റ് വേണ്ട ഈ പോയിൻറ്റും താഴെയുള്ള പോയിൻറ്റ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്കെച്ച് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള ആ പാർട്ടൊക്കെ അടയാളപ്പെടുത്താം. ആ ഫിഗറിലുള്ളതുപോലെ ഇവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഈ പോയിൻറ്റും ഈ പോയിൻറ്റും ഈ പോയിൻറ്റും ചേർത്തിട്ട് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് മുകളിൽ ഒരു ഇതിൻ്റെ ഇവിടെ നമുക്ക് ആ പിക്ചറിൽ കണ്ടാലറിയാം, ഇവിടെ വൈറ്റ് കളറിൽ കിടക്കുന്നത് ഒരു ട്രയാങ്കിളാണ്. പക്ഷേ നമുക്കിത് ഫുള്ളും വരയ്ക്കേണ്ട, ഇതിൽ വരെ ഇവിടം വരെ ജോയിൻ ചെയ്താൽ മതിയാകും. കണ്ടില്ലേ? അതുപോലെ ഇതുവരെ, അതുപോലെ ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ 2 ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ നടുവിൽ നിന്നും എല്ലാ വെർട്ടെക്സിലേക്കും ഓരോ ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം, വലിയ ട്രയാങ്കിൾ. അതിനുശേഷം ഈ ഉള്ളിലുള്ള ട്രയാങ്കിളിൻ്റെ എല്ലാ മൂലകളും തമ്മിൽ നമുക്കിങ്ങനെ യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പെൻസിൽ കൊണ്ട് വരച്ച ഭാഗങ്ങളെല്ലാം മായ്ച്ചു കൊടുക്കാം. ഇനി കളർ അടിക്കാം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.